RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. നമ്മള് ഇന്നെന്താ സംസാരിക്കുന്നത്? മിഡ്ഫീൽഡ് മൈസ്ട്രോ റയൽ മാഡ്രിഡിന്റെ ഒരു ലെജൻഡിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോണത്. അത് വേറെ ആരുമല്ല, ലൂക്ക മോഡ്രിച്ച് ആണ്. ലൂക്ക മോഡ്രിച്ചിനെ കുറിച്ച് എന്താ ഒപ്പിച്ചിക്ക് പറയാനുള്ളത്? ലൂക്കച്ചാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ചങ്ങായി റയൽ മാഡ്രിഡിന്റെ കരിയർ തുടങ്ങുന്ന തന്നെ 2012 ടോട്ടൻഹാം ഹോട്ട്സ്പറിൽ നിന്നാണ് 33 മില്യൺ യൂറോയ്ക്ക് റയൽ മാഡ്രിഡിൽ വരുന്നത്. ഒരു കുറുകിയ മനുഷ്യൻ, മുടിയൊക്കെ വളർത്തി ഒരു കുറുകിയ മനുഷ്യനെ വരികയാണ് റയൽ മാഡ്രിഡിലേക്ക്. അങ്ങനെ ഫസ്റ്റ് സീസൺ വന്ന് ചങ്ങായി കളി തുടങ്ങി. അപ്പോൾ റയൽ മാഡ്രിഡിൽ നിന്ന് തന്നെ ഫാൻസിന്റെ ഇടയിൽ തന്നെ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നതാണ് ഈ ഫസ്റ്റ് സീസണിൽ തന്നെ. എന്ന് പറഞ്ഞാൽ ആള് വന്ന് ഒന്ന് സെറ്റ് ആവുന്നുള്ളൂ റയൽ മാഡ്രിഡിൽ. അപ്പോ അന്നത്തെ കോച്ചായിരുന്ന ജോസ് മോറിനോ കാണികളോടൊക്കെ ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീസൺ ഇയാൾക്ക് ഒന്ന് നിങ്ങൾ സാവകാശം കൊടുക്കും, ടൈം കൊടുക്കണം എന്ന് വരെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ലൂക്ക മോഡ്രിച്ചിന്റെ ഫസ്റ്റ് സീസണായ റയൽ മാഡ്രിഡിന്റെ ഫസ്റ്റ് സീസണിൽ തന്നെ അതേപോലെ മാർക്ക പോലെ ഒരു പത്രം തന്നെ പറഞ്ഞു ഈ ഒരു സൈനിങ് ഫ്ലോപ്പാണ് റയൽ മാഡ്രിഡിൽ എന്ന് പറഞ്ഞിട്ട് സ്പാനിഷ് പത്രമായ മാർക്ക തന്നെ ഹെഡിങ് തലക്കെട്ടുകളിൽ ഇരുന്നായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് 2025 വരെ ചരിത്രമായിരുന്നു റയൽ മാഡ്രിഡ് ക്ലബിന് വേണ്ടിയിട്ട്. അതിൽ തന്നെ എണ്ണപ്പെട്ട ട്രോഫികളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അതിൽ തന്നെ എണ്ണപ്പെട്ട ട്രോഫികൾ, അതേപോലെ മെസ്സിയും റൊണാൾഡോയും അരങ്ങ് വാഴുന്ന ബാലൻഡിയറിൽ ഗോളുകളും അസിസ്റ്റുകളൊക്കെ കുറഞ്ഞിട്ട് പോലും ചങ്ങായി വേൾഡ് കപ്പിൽ ഫ്രാൻസിനെതിരെ ക്രൊയേഷ്യ വേൾഡ് കപ്പിൽ എത്തിക്കാനും അങ്ങേര് കാണിച്ചൊരു ഇതുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഇതാണ്. അങ്ങനെ ബാലൻഡിയോർ നേടി ആ ബാലൻഡിയോർ പട്ടികയിൽ സ്ഥാനം പിടിച്ചു. 10 വർഷം മെസ്സിയും റൊണാൾഡോയും വഴക്കിട്ട ഒരു അവാർഡ് ലൂക്ക മോഡ്രിച്ച് 2018 ജയിച്ച് ആ സന്ദർഭം അങ്ങോട്ട് നിർത്തിണ്ടായിരുന്നു ലൂക്ക മോഡ്രിച്ച്. അന്നത്തെ ഒരു കളി എത്ര അസിസ്റ്റും കിട്ടിയില്ല, അത്രയ്ക്കും ഗോൾ അടിച്ചില്ല. സ്വാഭാവികമായിട്ട് പറയുന്നത് ഗോള് അസിസ്റ്റ്, പക്ഷെ ഇതൊന്നല്ല. ഗോള് അസിസ്റ്റ് ആ ഒരു ടീമിന് അത്രയും ട്രോഫികൾ നേടാൻ ഒരു പ്ലെയർ എന്തൊക്കെ ചെയ്തു അതിനെ ആസ്പദമാക്കിയിട്ട് വോട്ടിംഗ് ഒക്കെ നടക്കുക. അതിൽ ഗോളുകൾ അസിസ്റ്റുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ ഉപരി ഇപ്പൊ ഒരു കളിയിൽ ഇപ്പോ ഒരു ടീം ഒരു പ്ലെയർ ഒരുപാട് ഗോൾ അടിച്ചു, ഒരുപാട് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ടീമിന് ഒരു ട്രോഫികൾ നേടാൻ പറ്റില്ല. പക്ഷെ ആളുടെ വാല്യൂ അവിടെ പോയില്ലേ. പക്ഷെ ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഇയാൾ ഇവിടെ നിന്ന് എന്താ പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് ലൂക്ക മോഡ്രിച്ച് ഇവിടെ എത്തുന്നത്. ടോട്ടൻഹാം ഹോട്ട്സ്പറിൽ 2012 റയൽ മാഡ്രിഡിൽ എത്തുമ്പോൾ ഒട്ടും പ്രതീക്ഷയിലാണ് ചങ്ങായി. പക്ഷെ ഇങ്ങേര് മൈതാനത്ത് ബോൾ കൊണ്ട് രചിച്ച കവിത ഉണ്ടല്ലോ. നമ്മളിപ്പോ ഒരു ബാഴ്സ ഫാൻ ആണെങ്കിലും റയൽ മാഡ്രിഡിന്റെ കുറച്ച് കളിക്കാരെ ഇഷ്ടമായിരിക്കും. അതേപോലെ റയൽ മാഡ്രിഡ് ഫാൻസിന് ബാഴ്സ താരങ്ങളെ ഇഷ്ടമുണ്ടാവും. അങ്ങനെ ഉള്ള ആൾക്കാരിലാണ് ഈ മോഡ്രിച്ചൊക്കെ വന്നപ്പെട്ടത്. മോഡ്രിച്ചിനോട് അത്രയും വൈരാഗ്യ ദേഷ്യമുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു വളരെ കുറവായിരിക്കും. അങ്ങനെ ശതമാനങ്ങളിൽ 1% ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവർക്കും അങ്ങനെ ആളുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, ഗ്രൗണ്ടിൽ കാണിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഒക്കെ. അത് ഫെയർ പ്ലേ, അതൊക്കെ ആള് അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആൾക്ക് റയൽ മാഡ്രിഡ് അത്രയും ആ ഫാൻസിന്റെ ഇടയിൽ അത്രയും വാല്യൂ കൊടുക്കുന്നത്. ഈ ചങ്ങായി റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് ഒരുപാട്, ഇനിയിപ്പോ ഒരു വർഷം കൂടി ആളിവിടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്ന സാബി വരുന്ന സമയത്ത് സാബി അലോൺസിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മോഡ്രിച്ചിനെ വേണമെന്ന്. പക്ഷെ റയൽ മാഡ്രിഡ് പോവാൻ തന്നെ പറഞ്ഞിരിക്കുക. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പൊ നന്നായിട്ട് നിൽക്കുന്ന ടൈമാണ്. ഇപ്പൊ പോയി കഴിഞ്ഞാൽ ആ ഒരു പേരുണ്ടാവും. ചില പിന്നെ അടുത്ത സീസണിൽ കുറെ ബെഞ്ചിലിരുന്ന് അത് വാല്യൂ കുറേ ഉണ്ടാവുള്ളൂ. ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഓക്കെ. അതുകൊണ്ടാണ് റയൽ മാഡ്രിഡിൽ നിന്ന് ആശാൻ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ സീസണോട് കൂടിയിട്ട് മോഡ്രിച്ചിന്റെ ഇത് ഇവിടെ അവസാനിക്കുകയാണ്. ജാബി അലോൺസോയ്ക്ക് ലൂക്ക മോഡ്രിച്ചിനെ കളിക്കണം എന്നായിരുന്നു ആഗ്രഹമൊക്കെ. പക്ഷെ റയൽ മാഡ്രിഡ് വിചാരിക്കുന്നത് ഈ യുവതാരങ്ങളിൽ എന്തിനാ ഇത്രയോ ഒരു ഓൾഡ് മാൻ അങ്ങനെ പറയണം. ഈ അവര് അപ്ഡേഷൻ ചെയ്യുന്നത് പുതിയ ന്യൂ യങ്സ്റ്റേഴ്സിനാണ്. 20-18 വയസ്സൊക്കെ ഉള്ള ടീമുകളെയാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. കാരണം അവരാണ് മൂവ്മെന്റിലും എല്ലാത്തിലും നല്ല സ്പീഡും എല്ലാ സ്റ്റെബിലിറ്റിയിലും ഒക്കെ. ഇപ്പോ ബാക്കിയുള്ള 30 above പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ അവർ കുറച്ച് കുറവാണ്. സ്റ്റെബിലിറ്റി, മെന്റാലിറ്റി എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ പ്രശ്നമാണ്. അത് കാരണമായിരിക്കും റയൽ മാഡ്രിഡ് ലൂക്ക മോഡ്രിച്ചിനെ വിടാൻ തീരുമാനിച്ചത്. ഈ സീസണിൽ റയൽ മാഡ്രിഡിന്റെ ഭയങ്കര ദയനീയമായ ഒരു സീസൺ ആയിരുന്നു. പോയിട്ട് ട്രോഫികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതിന് എന്താ പറഞ്ഞാൽ ഈ മോഡ്രിച്ചും ടോണി ക്രൂസും കാസിമിറോ ഒക്കെ നിന്നൊരു യുഗം ഉണ്ടായിരുന്നു. ഇവര് 3 പേരും കൂടിയിട്ട് റയൽ മാഡ്രിഡിനെ ഭരിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഓൾറെഡി കാസിമിറോ പോയി. കഴിഞ്ഞ വർഷം പെട്ടെന്ന് ആര് പ്രതീക്ഷിക്കായിരുന്നു ടോണി ക്രൂസ് ഏറ്റവും നല്ല പീക്ക് ടൈം എൻഡില് അന്ന് പറയാൻ പറ്റില്ല. ആൾക്ക് ഇനി 2-3 വർഷമൊക്കെ റയലിൽ കളിക്കായിരുന്നു. പക്ഷെ ആള് കളിയിൽ നിന്ന് വിരമിച്ചു റയൽ മാഡ്രിഡിൽ നിന്ന് പോവായിരുന്നു. അപ്പോ അതിന് പകരം റയൽ മാഡ്രിഡ് കുറെ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു. പക്ഷെ അവർക്ക് പകരം വെക്കാൻ ആയില്ല.
അതാണ് റയൽ മാഡ്രിഡിന് ഇപ്പൊ ഈ അടുത്ത 2-3 ഈ കഴിഞ്ഞ സീസണിൽ തന്നെ എടുത്തു പറയാം. അതിന് കിടപിടിക്കാനുള്ള ഒരു പുതിയ മോഡ്രിച്ചോ, പുതിയ ടോണി ക്രൂസോ, പുതിയ കാസിമിറോയെ കണ്ടെത്താൻ റയൽ മാഡ്രിഡില്ല. അപ്പൊ ഇനിയെങ്കിലും പെട്ടെന്ന് അവർക്ക് ആ മിഡ്ഫീൽഡിൽ ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത സീസണിലും ഇതൊക്കെ തന്നെയായിരിക്കും സംഭവം. എന്ന് പറഞ്ഞാൽ അവർക്ക് ഡിഫൻസ് ഒരു സൈഡ് ഒക്കെയാണ്, അറ്റാക്കിംഗ് ചെയ്യാൻ ആൾക്കാരുണ്ട്, പക്ഷെ കളി നിയന്ത്രിക്കാൻ മിഡ്ഫീൽഡില്ല. അതാണ്, അതില്ലാത്തൊരു ടീം പരാജയം തന്നെ ആയിരിക്കും. അതിപ്പോ നമ്മൾ ലോക നിലവാരത്തിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ അറിയാൻ പറ്റും. ഇതുവരെ ഒരു 7-8 വർഷം, ആദ്യം മോഡ്രിച്ച് വന്നു, അതിനുശേഷം ടോണി ക്രൂസ് വന്നു, കാസിമിറോ വന്നു, പിന്നെ റയൽ മാഡ്രിഡ് കണ്ടത് ഇവര് മിഡ്ഫീൽഡ്, ഇവര് സ്റ്റാർട്ടിങ്ങിലും ഇല്ലാത്ത മിഡ്ഫീൽഡ് റയൽ മാഡ്രിഡിന് ഉണ്ടാവില്ല. അത്രയും സുന്ദരമായിട്ട് അവർ ഫുട്ബോൾ കളിച്ചു. അത് പറഞ്ഞാൽ അറ്റാക്കിങ് വിന്നിങ് മെന്റാലിറ്റി ഉണ്ടല്ലോ, ഇവര് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇവര് 3 ആള് ഇറങ്ങി തന്നെ ഒരു പോസിറ്റീവാണ്. ഡിഫെൻഡ് ചെയ്യുന്നവർക്കും അതേപോലെ അറ്റാക്ക് ചെയ്യുന്നവർക്കും അത്രയും സുന്ദരമായിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നതാണ് റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട്. ആ ഒരു യുഗം അവസാനിക്കുകയാണ് ഇന്നത്തോട് കൂടിയിട്ട്. ഇനി പുതിയ ആ ഒരു ടോണി ക്രൂസും ലുക്കാ മോഡ്രിച്ചും കാസിമിറോയും പുതിയ ആൾക്കാരെ കൊണ്ടുവരണമെങ്കിൽ അതിനുള്ള പണിയിലാണ് റയൽ മാഡ്രിഡ്. ഇപ്പോൾ പുതിയ സൈനികളൊക്കെ വരുന്നുണ്ട്. ഇപ്പോ അൻസു ഫെർണാണ്ടസിനെ സൈൻ ചെയ്യുന്നു പറയുന്നുണ്ട്. ഏകദേശം ചെൽസിയിൽ നിന്ന് സൈൻ ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോ തുറക്കുന്നേ ഉള്ളൂ. പക്ഷെ ഏകദേശം ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങി, റയൽ മാഡ്രിഡ് നല്ല പണിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് പണിയെടുക്കുന്നത് നന്നായിട്ട് അറിയാം. എന്താണെന്ന് പറഞ്ഞാൽ കുറെ അറ്റാക്കിംഗ് പ്ലേയേഴ്സ്, എംബാപ്പെ, വിനി, ഇവരൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഇവർക്ക് പന്തെത്തിക്കാൻ വേണ്ടിയിട്ട് മിഡ്ഫീൽഡിൽ മെനയാനും അതേപോലെ ഡിഫൻസിന് സപ്പോർട്ട് ചെയ്യാനും പറ്റിയ ഒരു മിഡ്ഫീൽഡ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് റയൽ മാഡ്രിഡാണ് ഇപ്പൊ തന്നെ ഈ സീസണിൽ മോഡ്രിച്ചിനെ പറഞ്ഞയക്കാൻ കാരണം. എന്തായാലും ക്ലബ് വേൾഡ് കപ്പ് വരുന്നുണ്ട്, അതിലും കൂടി കളിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് ആള് ഇവിടെ പറയുള്ളൂ. പക്ഷെ ക്ലബ് വേൾഡ് കപ്പ് നേടിയിട്ട് ഒരു ഫെയർവെല് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷെ ഇപ്രാവശ്യത്തെ ക്ലബ് വേൾഡ് കപ്പ് മുമ്പത്തെ പോലെ പെട്ടെന്ന് 2 കളി കഴിഞ്ഞ ഫൈനലല്ല. ഇത് ഒരുപാട് മത്സരങ്ങൾ, അതെ, ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മോഡ്രിച്ചിന്റെ കരിയറിനെ കുറിച്ച് വേറെന്താ, റെയ്ഹാൻ എന്താ പറയാനുള്ളത്? ഒരു ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു ട്രോഫി ലെസ് ആയിട്ടുള്ള ഒരു ടീമിന്റെ അടുത്ത് പോയിട്ട് ഏകദേശം എല്ലാം കഷ്ടപ്പെട്ട് റേഞ്ച് കിട്ടിയിട്ട് അവിടുന്ന് പ്രൈഡ് എന്ന് വെച്ചാൽ ഈ പ്രസ്റ്റീജ് ജയിച്ചിട്ട് അവിടെ നിന്ന് റയൽ മാഡ്രിഡിലേക്ക് കടക്കണം. റയൽ മാഡ്രിഡിലേക്ക് കടന്ന ശേഷം ഫസ്റ്റ് സീസൺ വളരെ ടെറബിൾ ആയിട്ടുള്ള സീസൺ. ടെറബിൾ എന്ന് വെച്ചാൽ പ്ലേ സ്റ്റൈൽ അല്ല, ഫാൻസിന്റെ എതിർക്കായിട്ട് ടെറബിൾ ആയിട്ടുള്ള സീസൺ. ഫാൻസ് ഒക്കെ എല്ലാം കോലായിട്ട് ഒരു നല്ല മുടിയും വളർത്തിയ ഒരു ചെക്കൻ വന്നിരിക്കുകയാണ്. 2012 അതാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതുപോലെ ന്യൂസ് പേപ്പർ, ചാനൽ എല്ലാരും പറയാൻ തുടങ്ങി ദിസ് ഇസ് എ ഫെയിലിയർ സൈനിങ് ഫോർ റയൽ മാഡ്രിഡ്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയ എല്ലാ ചാനലുകളും ഇന്ന് കണ്ടോണ്ടിരിക്കുന്നത്. ആശാന്റെ കുട്ടിക്കാലം ഭയങ്കര കഷ്ടകാലം. അങ്ങനെ എന്താണ്, ക്രൊയേഷ്യക്ക് വേണ്ടി ഇപ്പൊ വേൾഡ് കപ്പ് ഫൈനൽ വരെ എത്തിച്ചു. അതിലൊക്കെ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. പക്ഷെ ആളുടെ കുട്ടിക്കാലം ഭയങ്കര എന്താണ്, അവിടുത്തെ ആഭ്യന്തര യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷെ ഇവിടെ വന്ന് റയൽ മാഡ്രിഡിൽ വന്നിട്ട് ആള് ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ചത്. അതിൽ നമുക്ക് റയൽ മാഡ്രിഡിന്റെ ട്രോഫികൾ കാര്യങ്ങൾ നേടിക്കൊടുത്ത ആളുടെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരുപാട് അവാർഡുകൾ എത്തിയിട്ടുണ്ട്. 28 ട്രോഫികൾ നേടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ട്രോഫികളിലേക്ക് നമുക്കൊന്ന് കടക്കാം. മോഡ്രിച്ചിന് കിട്ടിയ അവാർഡുകളിൽ ഏറ്റവും ടോപ്പ് അവാർഡ് എന്ന് പറഞ്ഞാൽ 2015 കിട്ടിയ ബാലൻഡിയർ തന്നെ ആയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. അതിനുശേഷം ഫിഫ ബെസ്റ്റ് മെൻസ് പ്ലെയർ അവാർഡ് 2018 തന്നെ കിട്ടിയിട്ടുണ്ട്. യുഎഫ മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ 2018 ആള് നേടിയിട്ടുണ്ട്. അതേപോലെ റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് 6 ചാമ്പ്യൻസ് ലീഗ് ചങ്ങായി നേടി. 2023, 22, 18, 17 അങ്ങനെ 6 ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ട്. ഫിഫ ഇന്റർനാഷണൽ കപ്പ് ഒരു പ്രാവശ്യം വിൻ ചെയ്തിട്ടുണ്ട്. ക്ലബ് വേൾഡ് കപ്പ് 4 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. അതുപോലെ യുഎഫ സൂപ്പർ കപ്പ് വിന്നർ 5 പ്രാവശ്യം നേടിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പാനിഷ് ലാ ലീഗ് നേടിയിട്ടുണ്ട് 4 ടൈറ്റിൽ. അതേപോലെ അഡിഡാസ് ഗോൾഡൻ ബാൾ നേടിയിട്ടുണ്ട് 1 തവണ. സ്പാനിഷ് കപ്പ് 2 പ്രാവശ്യം നേടിയിട്ടുണ്ട്. സൂപ്പർ എസ്പാനിയോള് 5 തവണ നേടിയിട്ടുണ്ട്. അതേപോലെ ഗോൾഡൻ ഫുട്ട് 2019 നേടിയിട്ടുണ്ട്. പ്ലെയർ ഓഫ് ദി ഇയർ ക്രൊയേഷ്യക്ക് വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം എണ്ണി പറയുന്നത് 8 പ്രാവശ്യമുള്ള ആൾ നേടിയിട്ടുണ്ട്. ക്രൊയേഷ്യൻ ചാമ്പ്യൻ ആയിട്ട് 3 പ്രാവശ്യം ആളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. കരിയറിൽ ഇത്രയും ട്രോഫികൾ ഒരു ക്ലബിന് വേണ്ടിയിട്ടും സ്വന്തമായിട്ട് നേടിയ ഒരു ചങ്ങായി അവരുടെ ക്ലബിന് വേണ്ടിയിട്ട് അതേപോലെ രാജ്യത്തിന് വേണ്ടിയിട്ട് എത്ര കളികളും കാര്യങ്ങളും കളിച്ചെന്ന് റെയ്ഹാൻ എന്ന് പറയും. അപ്പോ റയൽ മാഡ്രിഡിനായിട്ട് ലൂക്ക മോഡ്രിച്ച് 590 അപ്പിയറൻസ്, 43 ഗോൾസ് ആൻഡ് 95 അസിസ്റ്റ്. പിന്നെ ടോട്ടനം ഹോട്ട്സ്പറിനായി 160 അപ്പിയറൻസ്, 17 ഗോൾസ് ആൻഡ് 24 അസിസ്റ്റ്. സ്വന്തം രാജ്യം ക്രൊയേഷ്യക്ക് 186 അപ്പിയറൻസ്, 27 ഗോൾസ് ആൻഡ് 29 അസിസ്റ്റോളം നേടിയിട്ടുണ്ട് ലൂക്ക മോഡ്രിച്ച്. അപ്പോ ഇതിൽ തന്നെ നമുക്ക് വ്യക്തമാവാം ചങ്ങായി എത്രത്തോളം ആ രാജ്യത്തിനും അതേപോലെ ക്ലബിനും വേണ്ടിയിട്ട് അവരുടെ ഒരു
മൊത്തം ലൈഫിന്റെ ഒരു പകുതി ഭാഗം തന്നെ 13 വർഷം നീണ്ട കരിയർ റയൽ മാഡ്രിഡിൽ കളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ക്രൊയേഷ്യയിൽ കുറച്ചു കാലം തന്നെ ഉണ്ടാവും. ഇനി ആള് എങ്ങോട്ടേക്കാ പോകാനുള്ള ചാൻസ്? എനിക്ക് തോന്നുന്നത് ആള് സൗദിയിലോട്ട് പോവോ? സൗദിയിലൊന്നും ചാൻസ് ഇല്ല. പാഷനായിട്ട് MLS പോവും, അല്ലെങ്കിൽ വല്ല മെക്സിക്കൻ ലീഗില് മാർസലോ പോയ സ്ഥലത്ത് ബ്രസീൽ, അങ്ങനെ വല്ല സൗത്ത് അമേരിക്കൻ സൈഡില്. സൗദിയിലോട്ട് പോകാൻ ചാൻസ് എന്താ പറയുക, റൊണാൾഡോ ആയിട്ടൊരു റീയൂണിയൻ ഒരു ചാൻസ് ഉണ്ട് ആൾക്ക് അവിടെ വേണമെങ്കിൽ. പക്ഷെ റൊണാൾഡോന്റെ കരിയർ തന്നെ അവിടെ ഏകദേശം സ്റ്റക്കായി നിൽക്കാൻ എന്തും പറയാൻ പറ്റില്ല. ചിലപ്പോ ആള് അവിടുന്ന് അൽ നസറിൽ മാറാനുള്ള ചാൻസ് ഉണ്ട്. കോൺട്രാക്ട് കൺഫേം ആയിട്ടില്ല. അപ്പോ ആ ഫ്യൂച്ചർ അവിടെ സ്റ്റക്കായി നിൽക്കുന്നതുകൊണ്ട് അവിടേക്ക് പോകാൻ ചാൻസ് കുറവാണ്. പിന്നെ ഉള്ളത് MSL ലീഗിലായിരിക്കും. അതില് ന്യൂയോർക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മെസ്സിയുടെ കൂടെ എന്താ പറയുക, റാമോസ് ഓൾറെഡി മെസ്സിയുടെ കൂടെ PSG കളിച്ചു. അപ്പൊ ഇനി മെസ്സിയുടെ കൂടെ കളിക്കാനും ഒരു ചാൻസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അത് ഇനി പഴയ ക്ലബിലോട്ട് തന്നെ ഡൈനാമോസിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നും പറയാൻ പറ്റില്ല. അപ്പോ എന്തായാലും അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഫുട്ബോൾ ആരാധകർക്കും റയൽ മാഡ്രിഡിനും ഒരു തീരാ നഷ്ടം തന്നെയാണ് ഇങ്ങനെയുടെ വിടവാങ്ങല്. ഇനി ആ കാലുകളിലെ ഇത് നമുക്ക് റയൽ മാഡ്രിഡിന്റെ ജേഴ്സി കാണാൻ പറ്റില്ല. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ഡെയിലി നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും.